ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെയിൻ മേരി. പരിശുദ്ധ റമളാൻ മാസം വന്നു ചേർന്നിരിക്കുകയാണ്. ഏവർക്കും ആദ്യമായി തന്നെ ആരോഗ്യകരമായ ഒരു റമളാൻ നോമ്പെടുക്കാൻ ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. പലവിധ ആരോഗ്യകരമായ കാര്യങ്ങളും നമ്മൾ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി തന്നെ ഗർഭിണികളും മുലയൂട്ടുന്നവരും രോഗികളുമായവർ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അതാത് ഡോക്ടേഴ്സിനെ കണ്ട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം നോമ്പെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ മരുന്ന് കഴിക്കേണ്ട വിധവും നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇടത്താഴം കഴിക്കാതെ നിങ്ങൾ നോമ്പ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതായത് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന് അങ്ങനെ ഉറങ്ങി രാവിലെ നോമ്പ് തുടങ്ങുന്നതിന് പകരം ഇടത്താഴം നിർബന്ധമായും കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിൾ വരാനും നമ്മുടെ ഷുഗർ ലെവലിൽ പെട്ടെന്ന് താവാനുള്ള ചാൻസസും കൂടുതലാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നോമ്പ് തുറന്നുടനെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കാതെ അധികം ഷുഗറോ അല്ലെങ്കിൽ അധികം തണുക്കാത്തതോ ആയിട്ടുള്ള പാനീയങ്ങൾ എന്തെങ്കിലും കഴിച്ച ശേഷം നമസ്കാരത്തിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ ഹയാറ്റസ് ഹെർണിയ അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ളവർക്ക് ഭക്ഷണം തിരിച്ചു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറന്ന ശേഷം പാനീയങ്ങൾ എന്തെങ്കിലും കഴിച്ച് അതിനുശേഷം നമസ്കാരത്തിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ഏവരും ശ്രദ്ധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ വേനൽക്കാലത്താണ് നോമ്പുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് നോമ്പ് തുറന്നു കഴിയുമ്പോൾ അല്പാൽപമായി വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ മീൻ മത്സ്യാതിഥികൾ അധികം കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം അത് യൂറിന്റെ കട്ടി കൂട്ടാനും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരിക്കൽ കൂടി പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമളാൻ മാസത്തിൽ എല്ലാവർക്കും ആരോഗ്യകരമായ നോമ്പെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.